ഇനി തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൊതുരീതിയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇപ്പോൾ പുറത്തു വന്നത്. DMK അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ഭൂരിപക്ഷം സർവേ ഫലങ്ങളും പറയുമ്പോൾ TVK വിജയിക്കുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. 98 മുതൽ 120 സീറ്റുകൾ വരെ TVK ഒറ്റയ്ക്ക് സ്വന്തമാക്കുമെന്നും ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. അണ്ണാ DMK BJP സഖ്യത്തിന് വൻ മുന്നേറ്റവും സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നുണ്ട്. പ്രജിത് മോഹൻ ചേരുകയാണ്. പ്രജിത്ത്, തമിഴകം അക്ഷരാർത്ഥത്തിൽ പ്രവചനങ്ങളിൽ പോലും ഒരു പിടി തരുന്നില്ല. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ പ്രവചനം നടത്തുന്ന ഏജൻസികൾക്ക് പോലും ആകെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ജനവിധിയായിരിക്കും തമിഴ്നാട്ടിലേത് എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പല സർവേകളും പല രീതിയിലുള്ള ഫലങ്ങളാണ് പറയുന്നത്. അതിൽ ചില സർവേ ഫലങ്ങൾ DMK സർക്കാർ തുടരുമെന്ന് പറയുമ്പോൾ, സ്റ്റാലിൻ സർക്കാർ തുടരുമെന്ന് പറയുമ്പോൾ, രണ്ടോളം സർവേകൾ AIADMK BJP സഖ്യം മുന്നിലെത്തുമെന്ന് പ്രവചിക്കുന്നു. അതേസമയം ആക്സിസ് മൈ ഇന്ത്യ പോലെയുള്ള സർവേകൾ TVK മറ്റെല്ലാ സർവേ ഫലങ്ങളും മറ്റെല്ലാ എക്സിറ്റ് പോളുകൾക്കും എതിരായി നിന്നുകൊണ്ട് TVK അവിടെ അധികാരത്തിലെത്തുമെന്ന രീതിയിലേക്കുള്ള ഒരു സർവേ ഫലവും പുറത്തുവിടുന്നു. ഇനി നമ്മൾ ഈ സർവേ ഫലങ്ങൾ ഓരോന്നായി വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ AIADMK BJP സഖ്യത്തിന് പിന്തുണ നൽകുന്നത്, അല്ലെങ്കിൽ അവർ അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു സൂചന, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നത് JVCയും അതോടൊപ്പം തന്നെ CNN ന്യൂസ് 18നുമാണ്. JVC നമ്മൾ നേരത്തെ തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ തന്നെ പറഞ്ഞതാണ്, വളരെ കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് നടത്തിയിട്ടുള്ള ഒരു ഏജൻസി. അതോടൊപ്പം തന്നെ CNN ന്യൂസ് 18 പോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മാധ്യമവും നടത്തുന്ന സർവേകളിൽ AIADMK BJP സഖ്യം മുന്നിലെത്തുമെന്നുള്ള കൃത്യമായൊരു പ്രവചനം അവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം തന്നെ മറ്റ് PMark പോലെയുള്ള മാട്രിക്സ് പോലെയുള്ള സർവേകൾ, അല്ലെങ്കിൽ അവയുടെയൊക്കെ എക്സിറ്റ് പോളുകൾ പറയുന്നത് DMK അധികാരത്തിലെത്തും തുടരുന്നുവെന്ന് തന്നെയാണ്. പക്ഷേ അപ്പോഴും നമ്മൾ കാണേണ്ടത് എല്ലാ സർവേകളിലും AIADMK BJP സഖ്യത്തിന് വലിയ മുന്നേറ്റം തന്നെ, അല്ലെങ്കിൽ വലിയ രീതിയിൽ സീറ്റുകൾ പിടിക്കാൻ കഴിയുമെന്ന് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു അപവാദമായി നിൽക്കുന്നത് ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ മാത്രമാണ്. ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയിൽ പറയുന്നത് 98 മുതൽ 120 സീറ്റ് വരെ TVK നേടുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ എക്സിറ്റ് പോളുകളുടെ റിസൾട്ടുകൾ പുറത്തു വരുന്ന സമയത്ത് രാജ്യത്ത് തന്നെ നടത്തിയിട്ടുള്ള എല്ലാ സർവേകളിലും, എല്ലാ എക്സിറ്റ് പോളുകളിലും വെച്ച് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സർവേ ഫലമാണ് ഇതെന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് മാത്രം രൂപീകരിച്ച രാഷ്ട്രീയ സംവിധാനം അതിപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രശ്നങ്ങൾക്കും എതിരിടുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം തമിഴ്നാടിൻ്റെ അധികാരത്തിൽ എത്തുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെ 3 തരം സർവേ ഫലങ്ങൾ, അതും പ്രധാനപ്പെട്ട സർവേ ഏജൻസികൾ തന്നെ, പ്രധാനപ്പെട്ട ഈ എക്സിറ്റ് പോൾ നടത്തുന്ന സംവിധാനങ്ങൾ തന്നെ 3 തരത്തിലുള്ള സർവേ ഫലമാണ് ഇപ്പോൾ തമിഴ്നാടിൻ്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടി പൊട്ടിക്കുമ്പോൾ മാത്രമായിരിക്കും തമിഴ്നാടിൻ്റെ യഥാർത്ഥ ജനവിധി എന്ത്, തമിഴ്നാട്ടിലെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ, അത് സ്റ്റാലിൻ സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ വിധിയെഴുതുന്നത് ഏത് രീതിയിൽ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരിക. ഒപ്പം തന്നെ സ്റ്റാലിൻ സർക്കാരിൻ്റെ DMK സർക്കാരിൻ്റെ ഹിന്ദുവിരുദ്ധ നീക്കങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ചയായൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ വിഷയങ്ങളൊക്കെ ഏത് വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതും അറിയാൻ ഈ സർവേ ഫലങ്ങൾ ഒരുപക്ഷെ അത് വിലയിരുത്താനോ, അല്ലെങ്കിൽ ഈ സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു തീരുമാനം പറയാനോ, ഒരു കണക്കുകൂട്ടലുകളിലേക്ക് എത്താനോ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിന് മെയ് 4 തന്നെ ശരണം. യെസ്, തീർച്ചയായും.